നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹൂദ രാജാവായ സിദെക്കീയാവിന്റെ 10-ാം ആണ്ടിൽ, നെബൂഖദ്നേസറിന്റെ 18-ാം ആണ്ടിൽ തന്നെ യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്. അന്ന് ബാബേൽ രാജാവിന്റെ സൈന്യം യെരൂശലേമിനെ നിരോധിച്ചിരുന്നു. യിരെമ്യാ പ്രവാചകനോ യഹൂദ രാജാവിന്റെ അരമനയുടെ കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു. ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും, അവൻ അതിനെ പിടിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്നും, യഹൂദ രാജാവായ സിദെക്കീയാവ് കൽദയരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോകാതെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവൻ ഇവനുമായി വായോട് വായി സംസാരിക്കുകയും കണ്ണോട് കണ്ണ് കാണുകയും ചെയ്യും. അവൻ സിദെക്കീയാവെ ബാബേലിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവനെ സന്ദർശിക്കും വരെ അവൻ അവിടെ ഇരിക്കും. നിങ്ങൾ കൽദയരോട് യുദ്ധം ചെയ്താലും നിങ്ങൾക്ക് സാധ്യമുണ്ടാകുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് എന്നും നീ പ്രവചിപ്പാൻ എന്ത് എന്ന് പറഞ്ഞ് യഹൂദ രാജാവായ സിദെക്കീയാവ് അവനെ അവിടെ അടച്ചിരുന്നു. യിരെമ്യാവ് പറഞ്ഞത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്റെ ഇളയപ്പനായ ശല്ലൂമിന്റെ മകൻ ഹനമെയേൽ നിന്റെ അടുക്കൽ വന്ന് അനാഥോത്തിലെ എന്റെ നിലം മേടിച്ചുകൊള്ളുക. അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിന്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും. യഹോവ അരുളി ചെയ്തതുപോലെ എന്റെ ഇളയപ്പന്റെ മകൻ ഹനമെയേൽ കാവൽപ്പുരമുറ്റത്ത് എന്റെ അടുക്കൽ വന്ന്, ബെന്യാമി ദേശത്ത് അനാഥോത്തിലെ എന്റെ നിലം മേടിക്കണമേ, അവകാശം നിനക്കുള്ളതല്ലോ, വീണ്ടെടുപ്പ് നിനക്കുള്ളത്, നീ അത് മേടിച്ചുകൊള്ളണം എന്നോട് പറഞ്ഞു. അത് എവിടെ അരുളപ്പാടെന്ന് ഞാൻ ഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ഹനമെയേലിനോട് അനാഥോത്തിലെ നിലം മേടിച്ചു. വില 17 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു. ആധാരം എഴുതി മുദ്രയിട്ടു. സാക്ഷികളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു. ഇങ്ങനെ ന്യായവും പതിവും അനുസരിച്ച് മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരങ്ങൾ ഞാൻ വാങ്ങി. ഇളയപ്പന്റെ മകനായ ഹനമെയേലും ആധാരത്തിൽ ഒപ്പിട്ടിരുന്ന സാക്ഷികളും കാവൽപ്പുരമുറ്റത്ത് ഇരുന്നിരുന്ന യഹൂദരൊക്കെയും കാൺകെ ആധാരം മഹസയാവിന്റെ മകനായ നേര്യാവിന്റെ മകൻ ബാരൂക്കിന്റെ പക്കൽ കൊടുത്തു. അവർ കേൾക്കാൻ ഞാൻ ബാരൂക്കിനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുദ്രയിട്ടിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായ ഈ ആധാരങ്ങളെ മേടിച്ച് അവ ഏറിയ കാലം നിൽപ്പാൻ തക്കവണ്ണം ഒരു മൺപാത്രത്തിൽ വയ്ക്കുക. ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യും എന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അങ്ങനെ ആധാരം നേര്യാവിന്റെ മകനായ ബാരൂക്കിന്റെ പക്കൽ ഏൽപ്പിച്ച ശേഷം ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചത് എന്തെന്നാൽ, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. മഹത്വവും വല്ലഭത്വവുമുള്ള ദൈവമായ സൈന്യങ്ങളുടെ യഹോവ എന്നല്ലോ നിന്റെ നാമം. നീ ആലോചനയെ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വയ്ക്കുന്നു. നീ ഇസ്രായേൽ ദേശത്തും ഇന്നുവരെ ഇസ്രായേലിലും മറ്റു മനുഷ്യരുടെ ഇടയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇന്നുള്ളതുപോലെ നിനക്കൊരു നാമം സമ്പാദിക്കുകയും നിന്റെ ജനമായ ഇസ്രായേലിനെ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മഹാഭീതി കൊണ്ടും ഇസ്രായേൽ ദേശത്തു നിന്ന് കൊണ്ടുവരികയും അവരുടെ പിതാക്കന്മാർക്ക് കൊടുപ്പാൻ നീ അവരോട് സത്യം ചെയ്ത പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തെ അവർക്ക് കൊടുക്കുകയും ചെയ്തു. അവർ അതിൽ കടന്ന് അതിനെ കൈവശമാക്കിയെങ്കിലും അവർ നിന്റെ വാക്കനുസരിക്കുകയോ നിന്റെ നയപ്രമാണം പോലെ നടക്കുകയോ ചെയ്തില്ല. ചെയ്യുവാൻ നീ അവരോട് കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല. അതുകൊണ്ട് ഈ അനർത്ഥമൊക്കെയും നീ അവർക്ക് വരുത്തിയിരിക്കുന്നു. ഇതാ, വാടകൾ നഗരത്തെ പിടിക്കേണ്ടതിന് അടുത്തിരിക്കുന്നു. വാളും ക്ഷാമവും മഹാമാരിയും ഹേതുവായി ഈ നഗരം അതിന് നേരെ യുദ്ധം ചെയ്യുന്ന കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നീ അരുളി ചെയ്ത് സംഭവിച്ചിരിക്കുന്നു. നീ ഇത് കാണുന്നുവല്ലോ. യഹോവയായ കർത്താവേ,
നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ നിലം വിലയ്ക്ക് മേടിച്ച് അതിനെ സാക്ഷികളെ വയ്ക്കുവാൻ നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായതെന്നാൽ, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ നഗരത്തെ കൽദയരുടെ കയ്യിലും ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിലും ഏൽപ്പിക്കും. അവർ അതിനെ പിടിക്കും. ഈ നഗരത്തിന്റെ നേരെ യുദ്ധം ചെയ്യുന്ന കൽദയർ കടന്ന് നഗരത്തിന് തീവച്ച് അതിനെ എന്നെ കോപിപ്പിക്കേണ്ടതിന് മേൽപ്പുരകളിൽ വെച്ച് ബാലിന് ധൂപം കാട്ടി അന്യദേവന്മാർക്ക് പാനീയബലി പകർന്നിരിക്കുന്ന വീടുകളോടുകൂടെ ചുട്ടുകളയും. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായത്തിലെ ഒരു പ്രധാന വാക്യമാണ് 19-ാം വാക്യം. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തൻ അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വയ്ക്കുന്നു. യഹൂദരാജാവായ സിദെക്കീയാവിന്റെ 10-ാം ആണ്ടിൽ നെബൂഖദ്നേസർ ബാബേലിൽ 18-ാം വർഷം ഭരിക്കുമ്പോൾ യിരെമ്യാവിനുണ്ടായ അരുളപ്പാടാണ് 32-ാം അധ്യായം. അവന് അന്ന് കൽദയർ യെരൂശലേമിനെ നിരോധിച്ചിരുന്നു. യഹൂദരാജാവിന്റെയും ജനത്തിന്റെയും പാപത്തെ ശാസിക്കുകയും പാപശിക്ഷയ്ക്കായി പ്രവാസം ഉണ്ടാകുകയും ചെയ്യും എന്ന് പ്രവചിച്ച കാരണത്താൽ യിരെമ്യാവ് അരമനയുടെ കാവൽപ്പുര മുറ്റത്ത് ബന്ധനസ്ഥനാക്കപ്പെട്ടിരുന്നു. ഇസ്രായേലിന്റെ വിഗ്രഹാരാധനയും മ്ലേച്ഛതയും നിമിത്തം യിരെമ്യാവ് പ്രവചിച്ചു പറഞ്ഞത് സിദെക്കീയാവിനെയും പ്രജകളെയും ബാബേൽ രാജാവ് പ്രവാസികളാക്കും എന്നായിരുന്നു. എന്നാൽ പ്രവാസാനന്തരം അനുദപിച്ച് അവർ മടങ്ങി വന്ന് സ്വന്തം ദേശത്തിന് നന്മ അനുഭവിക്കും എന്നും യിരെമ്യാവ് പ്രവചിച്ചു. അതിന്റെ തെളിവിനായി ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, തന്റെ ഇളയപ്പനായ ശല്ലൂമിന്റെ മകൻ ഹനമയേലിന്റെ നിലം നീ വില കൊടുത്തു വാങ്ങണം. യിരെമ്യാവ് 17 ശേക്കൽ വെള്ളി കൊടുത്ത് അത് വാങ്ങി ആധാരം ചെയ്തു. സാക്ഷികളെ ഒക്കെ വെച്ചു. ആ കാര്യങ്ങളാണ് 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ദൈവം വീണ്ടും പറഞ്ഞത് ആധാരം ഒരു മൺകലത്തിലിട്ട് സൂക്ഷിക്കാൻ മഹനയാവിന്റെ മകനായ നേരിയാവിന്റെ മകൻ ബാരൂക്കിനെ ഏൽപ്പിക്കണമെന്നായിരുന്നു. യിരെമ്യാവ് അങ്ങനെ ചെയ്തു. 16 മുതൽ നാം വായിക്കുന്നത് ദൈവത്തെ സ്തുതിച്ച യിരെമ്യാവ് ഈ ആധാരത്തിന്റെ ഉദ്ദേശം ദൈവത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ ഉണ്ടായ മറുപടി, ഞാൻ അവർക്ക് കൊടുത്ത വചനം ഇസ്രായേൽ അനുസരിക്കാതെ എനിക്ക് പുറംതിരിഞ്ഞു. മ്ലേച്ഛ വിഗ്രഹങ്ങളെ അവർ ദേവാലയത്തിൽ വരെ സ്ഥാപിച്ചു. ഹിന്നോം താഴ്വരയിൽ അവർ തങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. അതിനാൽ ഇപ്പോൾ അവർക്ക് വാളും ക്ഷാമവും മഹാമാരിയും ഞാൻ വരുത്തിയിരിക്കുന്നു. പക്ഷെ അവർ പഠിക്കുന്നില്ല. അവർ പാഠം പഠിക്കാത്തത് കൊണ്ട് അവരെ നിരോധിച്ചിരിക്കുന്ന കൽദയരെ ഞാൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. എന്നാൽ അവരെ ഞാൻ മടക്കി വരുത്തും. അവർ സ്വന്തം ദേശ അവകാശമാണ്. അവർ നിലങ്ങളെ വാങ്ങും എന്നുള്ള പ്രത്യാശ അവർക്ക് നൽകാനായിരുന്നു യിരെമ്യാവിനെ കൊണ്ട് ഒരു നിലം വാങ്ങിപ്പിച്ചത്. ദൈവദാസന്മാർ പ്രസംഗിച്ചാൽ മാത്രം പോരാ, അല്ലെ പ്രവചിച്ചാൽ മാത്രം പോരാ. അവര് മാതൃകയായിരിക്കണം. അവർ സാധന പാഠങ്ങളുമായിരിക്കണം. യിരെമ്യാവിനെ കൊണ്ട് ഒരു നിലം വാങ്ങിപ്പിച്ചതിന്റെ അർത്ഥം ഭാവിയിൽ ഇവിടെ ക്രയവിക്രയങ്ങൾ ഉണ്ടാകും. ആളുകൾ സ്വന്തം നിലത്ത് കൃഷി ചെയ്ത് അഭിവൃദ്ധി പ്രാപിക്കും എന്നുള്ള ഒരു പാഠം അത് ഇസ്രായേലിനെ പഠിപ്പിക്കാനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവജനം അനുദപിക്കുവാനും ദൈവവചനത്തിലേക്ക് മടങ്ങി വരാനും ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത നന്മകളിൽ പ്രത്യാശ വയ്ക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുവാൻ, അനുസരിക്കാൻ ദൈവം നമ്മെ എവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.